നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ട്യൂലിപ്സ് ഉണ്ടാക്കിയാലോ. ഈ ട്യൂലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ടിഷ്യൂ പേപ്പർ, പിന്നെ ഒരു കമ്പി, കുറച്ച് കളേഴ്സ്, പിന്നെ ഒരു ഫെവിക്കോൾ കുറച്ച് ലൂസാക്കിയിട്ട് ഒരു കുപ്പിയിലോ പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അവിടെ ഞാൻ ടിഷ്യൂ പേപ്പർ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പകുതി അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ 3 പീസസ്, റെക്റ്റാങ്കിളിലുള്ള 3 പീസസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ കൂടെ ഈ കമ്പി അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ മടക്കി ചുരുക്കി എടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ അങ്ങനെ എടുത്ത് ഒന്ന് തിരിച്ച് സെക്യൂറാക്കി വെക്കുക. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഒന്ന് പശയിലും ലൂസാക്കി വെച്ച പശയിലൊന്ന് മുക്കി അതിൻ്റെ സൈസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ആദ്യം ഓൾറെഡി ഞാനൊരു തവണ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് കഴിഞ്ഞിട്ട് സൈസ് എക്സ്ട്രാ എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒരു എക്സസ് ഉള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അതൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഒരു 1-1.5 ദിവസം വെച്ചാൽ ഇത് മൊത്തത്തിൽ ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ പിങ്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിങ്ക് കളറാണ് പൂവിന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പിങ്ക് വാട്ടർ ബ്രഷ് വെച്ചിട്ട് ഞാനൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഇടയിൽ ഇങ്ങനെ ഒരു വൈറ്റ് കാണും, അത് ഒരു ഭംഗിയാണ് കാണാൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. അത് നമ്മൾ സാധാരണ നോർമലി ചെയ്യണ പോലെ തന്നെ മാസ്കിൻ ടേപ്പ് താഴെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക, കളർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഒന്ന് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ പണിയൊന്നുമില്ല. അതൊരു ഉണങ്ങി വരാനുള്ളൊരു സമയം അത് മാത്രമേ ഉള്ളൂ. ഇതില്ല ഒരു ടൈം ആയിട്ട് വരിക. മറ്റേതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രാവിലെ വെച്ചിട്ട് പിറ്റേന്ന് മോർണിംഗ് നമുക്കിത് സെറ്റായി വരും. നല്ല ചൂടുകാലമാണെന്നുണ്ടെങ്കിൽ ഇന്ന് മോർണിംഗ് വെച്ച നൈറ്റ് ആകുമ്പോഴത്തേന് തന്നെ ആവും. ഇത് ഞാൻ ചെയ്തത് മഴക്കാലമായതുകൊണ്ട് എനിക്ക് അതൊരു 2 ദിവസം വരെയൊക്കെ വെക്കേണ്ടി വന്നു. അതിപ്പോൾ വെയിലും അല്ലാതെ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പെട്ടെന്നൊന്നും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ലീഫ് ഇതിൻ്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ ചെയ്ത് ഗ്രീൻ ആവുമല്ലോ ലീഫ്, അപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡോംസിൻ്റെ വേസ്റ്റ് ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് ഒക്കെ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കാണാൻ നല്ല അടിപൊളിയാണ്. മിനി ഏതെങ്കിലും ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ മതി, ചെറിയൊരു കുപ്പി ബോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.